ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 2023-24 നടന്ന ഓണപരീക്ഷയിലെ 8ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഇൻ ദ ഫിഗർ എ റെഗുലർ ഹെക്സഗൺ, എ സ്ക്വയർ ആൻഡ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആർ ജോയിൻഡ് ടുഗെദർ. വാട്ട് ഇസ് ദ സം ഓഫ് ദ ആംഗിൾസ് അറൗണ്ട് ദ പോയിന്റ് ബി? What is the measure of an inner angle of an equilateral triangle? Find angle ABC. Last one, find angle PQR. ഇവിടെ തന്നിട്ടുള്ളത് ഒരു സമഷഡ്ഭുജവും സമചതുരം സമഭുജ ത്രികോണം എന്നീ രൂപങ്ങളാണ്. അതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഫിഗർ ഉണ്ടാക്കിയത്. ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ചുറ്റുമുള്ള കോണളവ്, അല്ലെങ്കിൽ എന്താ സം ഓഫ് ദ ആംഗിൾസ് അറൗണ്ട് ദ പോയിന്റ് ബി എത്രയാണെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സം ഓഫ് ദ ആംഗിൾസ് അറൗണ്ട് ദ പോയിന്റ് 360 ഡിഗ്രിയാണ്. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ മെഷർ ഓഫ് എൻ ഇന്നർ ആംഗിൾ ഓഫ് എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ, ആന്തര കോണിൻ്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെ സം എത്രയാണ്? സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇവിടെ 3 ആംഗിളും തുല്യമാണ്, അല്ലെങ്കിൽ 3 ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 180 ഡിഗ്രീനെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി ആയിരിക്കും എന്ത് ആൻസർ വരിക. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ABC എത്രയാണെന്നാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ കോണും 60 ഡിഗ്രിയാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ഉണ്ട്. അപ്പോൾ സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും എത്രയാണ്? 90 ഡിഗ്രിയാണ്. ABQ റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആ റെഗുലർ ഹെക്സഗണിൻ്റെ ഈച്ച് ആംഗിൾ മെഷർമെൻറ്റ്, ഓരോ ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സം ഓഫ് ആംഗിൾസ് അഥവാ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. n-2 × 180 ഡിഗ്രിയാണ്. ഇവിടെ n എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ എന്ത് വരും? 6 - 2 × 180 ഡിഗ്രി എന്ന് വരും. 6 - 2 4 ആണ്. അപ്പോൾ 4 × 180 ഡിഗ്രി. 4 × 180 ഡിഗ്രി ചെയ്താൽ എത്രയാണ് കിട്ടുക? 720 ഡിഗ്രി ആയിരിക്കും ആൻസർ വരിക. ഈച്ച് ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. ഓരോ ഇന്നർ ആംഗിളും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതൊരു സമഷഡ്ഭുജമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ആംഗിളും തുല്യമായിരിക്കും. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ആംഗിൾസ് 720 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 720 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. 720നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര ആൻസർ വരിക? 120 ഡിഗ്രിയാണ് ആൻസർ വരിക. ഇപ്പോൾ ABQ എന്ന് പറയുന്ന ആംഗിൾ 120 ഡിഗ്രി കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ABCയുടെ മെഷർമെൻറ്റ് എത്രയാണെന്നാണ്. സം ഓഫ് ദ ആംഗിൾ അറൗണ്ട് ദ പോയിന്റ് ബി എത്രയാണ്? 360 ഡിഗ്രി. 4 ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 360 ഡിഗ്രി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ABC എന്ന് പറയുന്നത് 360 ഡിഗ്രിന്ന് ബാക്കി വരുന്ന 3 ആംഗിളിൻ്റെ സമ്മ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 360 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി പ്ലസ് 60 എന്ന് വരും. 360 ഡിഗ്രി മൈനസ് 120, 90, 60 കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് വരിക? 270 ഡിഗ്രിയാണ്. 360 ഡിഗ്രിന്ന് 270 ഡിഗ്രി മൈനസ് ചെയ്താൽ 90 ഡിഗ്രി ആയിരിക്കും ആൻസർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ PQR എത്രയാണെന്നാണ്. അവിടെ ഒരു സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും 90 ആണെന്ന് നമുക്കറിയാം. അതേപോലെ റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിൾ 120 ആണെന്നും അറിയാം. അപ്പോൾ PQR എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ ആംഗിൾ എത്രയാണ്? സം ഓഫ് ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് Q എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ 360 ഡിഗ്രിന്ന് ആ 120യും 90യും ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എന്ത് വരും? 360 മൈനസ് 120, 90യും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് ആൻസർ വരുന്നത്? 210 ഡിഗ്രിയാണ്. 360 മൈനസ് 210 എത്രയാണ്? 150 ഡിഗ്രിയാണ് ആംഗിൾ PQRൻ്റെ വാല്യൂ വരിക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്